ഇന്ന് ഞങ്ങൾ എല്ലാരും കൂടെ സ്നോർക്കലിംഗ് ചെയ്ത ദിവസമായിരുന്നു. ഏതാണ് ഈ കുരിപ്പ് എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ ഇട്ടിട്ട് ഒരെണ്ണം മുന്നിൽ കൂടെ അങ്ങോട്ട് പോയി. ഇതിനെല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ച് കാണാൻ എന്തൊരു അഡോറബിൾ ആയിരുന്നു അറിയോ. അപ്പൊ ഞങ്ങൾ സ്നോർക്കലിംഗ് എക്യുപ്മെന്റ്സ് എല്ലാം വേറെ ഇത് റെഡി ആവുകയാണ്. കുറെ പേര് ആൾറെഡി വെള്ളത്തിലേക്ക് ഇറങ്ങി. നമ്മൾ 6 പേരുള്ളത് കൊണ്ട് ഇറങ്ങാൻ കുറച്ച് ഡിലേ ആയി. ഉമ്മച്ചിക്കും പപ്പയ്ക്കും ഹൈമിക്കും ഭയങ്കര പേടിയായിരുന്നു. ഞാനും ഷായി മുന്നേ സ്നോർക്കലിംഗ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ എല്ലാ ഇൻസ്ട്രക്ഷൻസും പ്രോപ്പർലി കൊടുത്ത് നല്ല കോൺഫിഡൻസും ബൂസ്റ്റ് ചെയ്ത് എല്ലാരെയും പിടിച്ചിറക്കി. എല്ലാവർക്കും ഈ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര ഇഷ്ടമായിട്ടോ. പക്ഷെ പപ്പയ്ക്ക് അധികം നേരം നിൽക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ പപ്പ വേഗം തിരിച്ച് ബോട്ടിൽ കയറി. ലൈഫിൽ ഒരു വട്ടെങ്കിലും സ്നോർക്കലിംഗ് ചെയ്യണം കേട്ടോ. അത്രയ്ക്ക് രസമാണ്. അങ്ങനെ സ്നോർക്കലിംഗ് കഴിഞ്ഞ് നല്ല വിശക്കുന്നുണ്ടായിരുന്നു. ഇനി ഫുഡിംഗ് സെഷൻ ആണ്. ഇഷ്ടം പോലെ വെറൈറ്റീസ് ഓഫ് ഐറ്റംസ് ഉണ്ടായിരുന്നു. എന്നാലും നമുക്ക് ടേസ്റ്റ് പറ്റുന്ന 1-2 ഐറ്റംസേ കാണും. ഞാനിതാ ഈ ഒരു സ്റ്റിർ ഫ്രൈഡ് ടോഫും ഓംലെറ്റ് ഒക്കെയാണ് കൂടുതലും കഴിച്ചത്. ടോഫു വേറെ ആർക്കും അത്ര ഇഷ്ടമായില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഇഷ്ടം പോലെ കഴിക്കാൻ കിട്ടി. കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും തോട് പൊട്ടിക്കാനുള്ള മടി കൊണ്ട് ഞാൻ ഒഴിവാക്കി വിടുന്ന സാധനങ്ങളാണ് ക്രാബ്, ചെമ്മീനും. ഷായാണ് ഈ ദൗത്യം എനിക്ക് വേണ്ടി ചെയ്തു തരാറുള്ളത്. പക്ഷെ ചവച്ച് തുടങ്ങിയപ്പോ ഒരുമാതിരി പച്ചച്ചോട്ടോ. ഷായിനാണെങ്കിൽ എന്നെ തുപ്പാനും സമ്മതിച്ചില്ല. ഏതായാലും കണ്ടും പൊട്ടി വീഴും. എന്റെ ചാനലിലെ വിയറ്റ്നാം എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യാൻ മറക്കരുത്.